നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. വന്ദേ മാതരം. സർ, ഈ നമ്മുടെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരിക്കലും പിരിയാത്ത ഒരു കൂട്ടുകെട്ടാണ്. അവർ തമ്മിൽ ഒരിക്കലും പിണങ്ങില്ല എന്നൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങളും ലോക ജനതയും ഒക്കെ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില സൂചനകളനുസരിച്ച് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേലിനോട് അമേരിക്ക പിണങ്ങി. പ്രത്യേകിച്ചും ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായിട്ട് ഇനിയൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് പോക്ക് വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുന്നു എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും വാസ്തവമുണ്ടോ സാർ ഇതിൽ? വാസ്തവം ഇല്ലാതില്ല പ്രശാന്ത്. പക്ഷേ അമേരിക്കയല്ല ഇസ്രായേലിനോട് പിണങ്ങിയത്, ഇസ്രായേലാണ് അമേരിക്കയോട് പിണങ്ങിയത്. ഓ, അത് ശരി. ഈ ട്രംപും അമേരിക്കയും USA അവരുടെ പല സംഗതികളും ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റിന് അഗൻസ്റ്റാണ്. ഇസ്രായേലിന് നേരെ പോ ദേ മീൻ ബിസിനസ്. ദേ റിയലി മീൻ ബിസിനസ്. അവരൊരു കാര്യം പറഞ്ഞാൽ ഇറാൻ്റെ ആ ന്യൂക്ലിയർ ശേഖരം തകർക്കുമെന്ന് പറഞ്ഞാൽ തകർക്കും. പിന്നെ അതിനകത്ത് വേറെ മീഡിയ ചവിട്ടി പിടിക്കുന്ന പരിപാടി ഒന്നുമില്ല. USA അങ്ങനെയല്ല. USA ഇപ്പോൾ ഇറാൻ്റെ വിഷയം തന്നെ USA ഇറാനെ തകർക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഈ ഇസ്രായേലെന്ന് പറഞ്ഞാൽ ഇറാനെ തകർക്കണം. ഇത് ഇങ്ങനെ കുറേ നാളായി നിങ്ങളിങ്ങനെ ഓരോ തലവേദനയാണ്. ഡെത്ത് ടു ഇസ്രായേലിന് 50 വർഷമായി പറയാൻ തുടങ്ങിയിട്ട്. ഡെത്ത് ടു ഇസ്രായേൽ. അമേരിക്ക പിന്നെയാണ് വന്നത്. ഡെത്ത് ടു അമേരിക്ക എന്ന് അത് പിന്നെയാണ് വന്നത്. പക്ഷെ അന്ന് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇറാനാണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഇപ്പം നമ്മുടെ ഒക്ടോബർ 7 2023 അവിടെ ഇടിച്ചു കയറി 10,200. അത് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ വന്നപ്പം പിന്നെ ഈ ഗുണ്ടകളെ നിർത്തി, ഹിസ്ബുള്ള, ഹുത്തി, ഹമാസ് ഇവന്മാരെല്ലാം നിർത്തി. പിന്നെ ഇറാഖിലെ ടെററിസ്റ്റ് ഫോഴ്സ് ഇവരെല്ലാം വെച്ച് അതിൻ്റെ കൂടെ ഇറാനും. അപ്പോൾ എല്ലാം കൂടെ 4-5 ഗുണ്ടകൾ ഒരു രാജ്യത്തെ തകർക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ അത് അവരുടെ എക്സ്റ്റൻഷ്യൽ ത്രെട്ടാണ്, ക്വിൻറ്റസെൻഷ്യൽ ആണ്. ഈ ഇറാനെ തട്ടുക, ഇറാനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരണമെങ്കിൽ നമ്മൾ വിടുമോ? അപ്പോൾ അതേപോലെ അപ്പോൾ ഇസ്രായേലിന് ഒറ്റ ഗോളേ ഉള്ളൂ. USA അതല്ല. USA ഇപ്പോൾ ഇറാൻ്റെ വിഷയത്തിൽ ഇറാനെ തകർക്കണം, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്നാലും അവരെ അങ്ങനെ അങ്ങ് തകർക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു ലാഭം പ്രത്യേകിച്ച് നമ്മുടെ ട്രംപ് ഇരിക്കുമ്പം ഈവൻ അവരുടെ ഡീപ്പ് സ്റ്റേറ്റും അങ്ങനെ തന്നെയാണ്. അതായത് ഈ കാർഗ് ഐലൻഡ് അത് മാത്രം തകർത്താൽ മതി, ഇറാൻ പൂട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് 90% എക്സ്പോർട്ട് ഓയിൽ. അപ്പോൾ അത് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓയിൽ അമേരിക്കയ്ക്ക് വേണം. ഇപ്പോൾ മറ്റേ നമ്മുടെ വെനിസ്വലയിലെ ഓയിലിൻ്റെ കളക്ഷൻ, പൈസയുടെ കളക്ഷൻ, ഈ വെനിസ്വല ഓയിൽ വിൽക്കുമ്പോൾ അത് വരുന്നത് സെൻട്രൽ ഫെഡറൽ ബാങ്ക് എന്ന് മറ്റേ പറഞ്ഞാൽ അമേരിക്കൻ ട്രഷറിയിലാണ് ആ പൈസ പോണത്. അപ്പോൾ അമേരിക്കയ്ക്ക് ലാഭമാണ്. ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അമേരിക്കയ്ക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് നമ്മൾ ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക തോറ്റു ഒന്നും തോറ്റില്ല. അവരുടെ ലാഭക്കണക്ക് ഇങ്ങനെ കുതിച്ചു വരികയാണ്. അപ്പോൾ ഇറാൻ്റെ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ വെനിസ്വലയേക്കാളും നല്ല ഒരു പ്രോഫിറ്റ് അവിടെ കിട്ടും. അപ്പം ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ഇറാനെയും വശത്താക്കി ആ മറ്റേ തലക്കെട്ടുകാരെ സബോട്ടേജ് ചെയ്ത് പെഷഷ്കാനോ അല്ലെങ്കിൽ മറ്റേ വേറൊരാളുണ്ട് അഗാച്ചി ഇവരാരുടെയെങ്കിലും നേതൃത്വം വന്നാൽ അമേരിക്കയ്ക്ക് നല്ലതാണ്. അപ്പം നമ്മുടെ അമേരിക്കയ്ക്ക് നമുക്കെന്ത് ഗുണം? പൈസ, അത് മാത്രമാണ്. ഇസ്രായേലിന് പൈസ ഇല്ല, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. ആ ഒറ്റ ഇതേ ഉള്ളൂ. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിന് ഒറ്റ സുരക്ഷ. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റും ചവിട്ടിപ്പിടുത്തൊന്നുമില്ല. അതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഇത്. പ്രത്യേകിച്ച് ട്രംപുമായിട്ട് തെറ്റിയത് ഈ വിഷയത്തിലാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടത്, ഈ അമേരിക്കയുടെ ഈ ഡീപ്പ് സ്റ്റേറ്റാണ് ഈ തെറ്റിയത് ആക്ച്വലി. അത് ശരി. അപ്പം ട്രംപല്ല. പക്ഷെ ട്രംപ് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കും. പക്ഷെ ട്രംപ്
ട്രംപിൻ്റെ അറിവോടെയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഡീപ്പ് സ്റ്റേറ്റ് ട്രംപ് വരും പോവും, അടുത്ത കമലാ ഹാരിസ് വരും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് JD വാൻസ് പ്രസിഡൻ്റായിട്ട് വരും. പക്ഷേ ഈ ഡീപ്പ് സ്റ്റേറ്റ് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും USA-യുടെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഡീപ്പ് സ്റ്റേറ്റിനെ പറ്റി അല്ല അമേരിക്ക നമുക്ക് വെക്കുന്ന പാരകളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന ഒരു ഇതാണ് ഈ ഇസ്രയേലുമായിട്ട് US തെറ്റിയത്. നമ്മൾ ഇസ്രയേലിനെ പാര വയ്ക്കുന്നു. പിന്നെ ഇന്ത്യ പിന്നെ അതിന് ശേഷമേ ഉള്ളൂ. ഇസ്രയേലിനെ പാര വയ്ക്കുകയല്ല ചെയ്തത്. ഇസ്രയേൽ ഗവൺമെൻറ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇസ്രയേൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അത് ശരി. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ 2 ദിവസം 3 ദിവസത്തെ ലേറ്റസ്റ്റ് ന്യൂസ് മറ്റേ ഫോറിൻ മീഡിയയിലൊക്കെ വരുന്നത്, ഒളിഞ്ഞും തെളിഞ്ഞും ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ് ആയിട്ട് വരുന്നത് ഇതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇത് 1 മാസം മുമ്പേ അറിഞ്ഞാണ്. നമ്മൾ ഏതൊക്കെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഷട്ടിൽ അടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന്. അവിടെ ചെന്ന് ട്രംപിനെ ഉള്ള അനാവശ്യം മുഴുക്കെ പറയും, താൻ എന്തോന്നിവിടെ ചെയ്യണം എന്നൊക്കെ. അത് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹു പേടിയൊന്നുമില്ല, അയാൾ പറയും. മാത്രമല്ല ട്രംപിനും പേടിയാണ് ഇയാളുടെ കയ്യിൽ ഇനി എൻ്റെ ബിസിനസ്സിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ മറ്റേ സംഗതികൾ. പിന്നെ ഒരു എപ്സ്റ്റീൻ്റെ കഥ നിങ്ങൾക്ക്, എപ്സ്റ്റീൻ പിഡോഫൈൽ. ഈ എപ്സ്റ്റീൻ ഇസ്രായേലിൻ്റെ ആളാണെന്നാണ് പറയുന്നത്. ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണ് എപ്സ്റ്റീൻ. അപ്പോൾ പിന്നെ ട്രംപിന് പേടിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായും ഒരുപാട് രഹസ്യങ്ങൾ അതിൽ കൂടെ നമുക്കറിഞ്ഞാത്ത ഇനിയും രഹസ്യങ്ങളുണ്ട്. അപ്പോൾ മൊസാദിനെ ട്രംപും പേടിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇത് ട്രംപ് കണ്ണടച്ച് കൊടുത്തിട്ട് ഈ ഡീപ്പ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റാണ് ഈ പണി ചെയ്യുന്നതെന്നാണ് വെപ്പ്. അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് കയറി സകല പോക്കൃത്തനം ചെയ്തത്. ബംഗ്ലാദേശിനെ അവിടെ ഷെയ്ഖ് ഹസീനെ ഓടിച്ചത്, പിന്നെ നമ്മുടെ അതിനേക്കാളും ഗുരുതരമല്ലേ നമ്മുടെ VVIPs, നമ്മൾ പേര് പറയുന്നില്ല, അവരെ 2 നേതാക്കളെ തട്ടാൻ വേണ്ടി വന്നപ്പം നമ്മൾ അവരെ തട്ടി, നമ്മുടെ അജ്ഞാത ബംഗ്ലാദേശിലിട്ട്. ഇതെല്ലാം ഈ ഡീപ്പ് സ്റ്റേറ്റാണ് ചെയ്യണത്. അപ്പം ഇവര് ലോകത്തിൽ പിന്നെ ഇങ്ങനെ അപ്പം നമുക്ക് ഈ ഡീപ്പ് സ്റ്റേറ്റ്, അപ്പം എൻ്റെ കമൻസിൽ ആരൊക്കെ ചോദിച്ച് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അതിനെപ്പറ്റി എലാബറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്താണ് ഈ ഡീപ്പ് സ്റ്റേറ്റ്, അമേരിക്ക ഡീപ്പ് സ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാം. ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ രഹസ്യമായിട്ടുള്ള ലോബിങ്, പിന്നെ പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് മിലിറ്ററി ആൻഡ് അതർ ഇൻ്റലിജൻസ്. ഈ ലോബിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് FBI വരും, ഒരുപാട് പേര്. അവർ രണ്ടുപേരും മാത്രമല്ല, അതായത് പിന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വിദേശകാര്യം, അതിനകത്ത് കരിയർ അംബാസഡേഴ്സ്. പിന്നെ അതിലെ ഒരു ഭാഗമായിട്ടാണ് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡർ. അയാൾ പക്ഷേ ഒരു നല്ല മനുഷ്യനാണ്. അത് ഇവിടെ കുറേ പാര വയ്ക്കുമ്പം നമ്മളങ്ങനെ അല്ല, ഇന്ത്യയിലൂടെ നമുക്ക് സ്നേഹമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലൊരു അംബാസഡർ അയച്ചാൽ. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയോ മറ്റോ ഈ അമേരിക്കൻ അംബാസഡർ. അങ്ങനെ വന്ന് നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഡീപ്പ് സ്റ്റേറ്റ് പാര വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവരുടെ കളി. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കരിയർ ഡിപ്ലോമറ്റ്സ്, FBI, നമ്മുടെ കശ്യപ് പട്ടേലിൻ്റെ NSA നാഷണൽ സെക്യൂരിറ്റി, പിന്നെ നാഷണൽ സെക്യൂരിറ്റി, പിന്നെ USA സ്റ്റേറ്റ് ട്രഷറി. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതാണ് USA സ്റ്റേറ്റ് ട്രഷറി. അതായത് സ്റ്റേറ്റ് ട്രഷറിയിൽ ഈ ഫോറിൻ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറിൻ എയ്ഡ് മാത്രമല്ല, ഈ ഫോറിൻ അത് IMF, വേൾഡ് ബാങ്ക്, അതിലൊക്കെ അവർ സ്വാധീനിക്കും. അതെല്ലാം ഈ ഡീപ്പ് സ്റ്റേറ്റിൽ പെടുന്നതാണ്. പിന്നെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയുണ്ട്. പിന്നെ ദീസ് ഒഫീഷ്യൽസ് ആർ ഫോർമലി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് കൺഫേംഡ് ബൈ ദ സെനറ്റ്. അതൊക്കെ ശരിയാണ്. ബട്ട് ദ ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് wield tremendous power, ഇൻഫ്ലുവൻസ് ദാറ്റ് ക്യാൻ ഔട്ട്ലാസ്റ്റ് പൊളിറ്റിക്കൽ സൈക്കിൾസ്. അതായത് ട്രംപിൻ്റെ മോളിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡീപ്പ് സ്റ്റേറ്റ്. അപ്പം ഇതിനകത്ത് പിന്നെ ഡയറക്ടർ നമ്മുടെ തുളസി ഗബാർഡ് എന്ന് പറയുന്ന സമോവയിലുള്ള ഒരു ഹിന്ദു, അവർ ഹിന്ദുവാണ്, വെള്ളക്കാരിയാണെങ്കിൽ അവർ ഹിന്ദുവാണ്, അമേരിക്കൻ സമോവ
ഹവായി ഐലൻഡ്സിൻ്റെ അപ്പുറത്തുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ആണ് തുളസി ഗബാർഡ്. അവരിപ്പോൾ ട്രംപുമായിട്ട് ഉടക്കി പിരിഞ്ഞു. അവർ പ്രോ ഇന്ത്യനാണ്. അവരൊരു ഇന്ത്യക്ക് അനുകൂലമായ അവരാണ് പറഞ്ഞത് പാകിസ്ഥാൻ ചൈനയായിട്ട് ചേർന്ന് അമേരിക്കയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മിസൈല്, നമ്മളത് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തതാണ്, മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മളന്ന് ചോദിച്ചു എന്തിനാണ് ഈ പാകിസ്ഥാൻ അമേരിക്ക ഇത് ചെയ്യുന്നതെന്ന്. അത് വെരിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. അത് എല്ലാവർക്കും അറിയാം, US പ്രസിഡന്റിനും FBI-ക്കും CIA-ക്കൊക്കെ അതറിയാം. പക്ഷെ അത് തുളസി ഗബാർഡ് വിളിച്ചു പറഞ്ഞു ഓപ്പണായിട്ട്. അതുകൊണ്ടാണ് അവരുമായിട്ട് ഉടക്കി അവരുടെ ഭർത്താവിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് ലീവ് എടുത്തങ്ങ് മാറി. പക്ഷെ അവരിരുന്ന സ്ഥലം അത്ര സെൻസിറ്റീവ് ആൻഡ് വെരി പവർഫുള്ളാണ്. അതായത് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ജെ ക്ലൈട്ടൺ എന്ന് തുളസി ഗബാർഡിനെ മാറ്റി 3 മാസം വന്നത് ഇൻ പ്ലേസ് ഓഫ് തുളസി ഗബാർഡ്. ഇവർ ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി അവർ 18 US ഇൻ്റലിജൻസ് ഏജൻസീസിനെ അവർ കൺട്രോൾ ചെയ്യുന്നതാണ്. 18. അപ്പം CIA, FBI, പെൻറ്റഗൺ ഇവരെ എല്ലാം ഓവർസീ ചെയ്യുന്നതാണ് തുളസി ഗബാർഡ്. ആ തുളസി ഗബാർഡ് അപകടകാരിയാണ്, ഈ പ്രോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻസ്, പ്രോ പാകിസ്ഥാൻ, പ്രോ ചൈനീസ് ഒക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ പറഞ്ഞാണ് ഇവളെ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ നേരത്തെ ഡെമോക്രാറ്റ് ആയിരുന്നു, പിന്നെ കൂറുമാറി റിപ്പബ്ലിക്കൻസും ചേർന്ന് അവർ നല്ലൊരു സ്ത്രീയാണ്. ലീവ് എടുത്തല്ല തോന്നുന്നു, രാജിവെച്ചാണ് പോയത്. അപ്പോഴാണ് ഇയാളെ പുതിയ ആളെ പോസ്റ്റ് ചെയ്തത്. അതെ, ക്ലൈറ്റൺ. അപ്പോൾ അത് കഴിഞ്ഞ് CIA ഡയറക്ടർ, ഡീപ് സ്റ്റേറ്റിൽ പെടുന്ന CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, അത് പുതിയ ആൾ 2025 വന്നാണ്. അപ്പം ലീഡ്സ് ഫോറിൻ ഇൻ്റലിജൻസ് കളക്ഷൻ കവർട്ട് ഓപ്പറേഷൻസ്. ഇത് രഹസ്യ ഓപ്പറേഷൻസ് ഒക്കെ ഈ CIA-ക്കുണ്ട്. പിന്നെ സെക്രട്ടറി ഓഫ് ഡിഫൻസ് നമ്മുടെ അണ്ണൻ പീറ്റർ ഹെക്സത്ത് അണ്ണൻ, മറ്റേ അവിടെ കാണാൻ പോയത്, കൽക്കട്ട കാണാൻ പോയത്. അപ്പം നമ്മളത് നേരത്തെ സൂചിപ്പിച്ച് വിട്ടു. അതായത് ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. പീറ്റർ ഹെക്സത്ത് സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ഇപ്പോൾ വാർ സെക്രട്ടറിയെ മറ്റാണ് അങ്ങനെ, ഇപ്പം അതിൻ്റെ പേര് മാറ്റി വാർ മിനിസ്റ്റർ എന്നൊക്കെ ആക്കി. പീറ്റർ ഹെക്സത്താണ് കൽക്കട്ടയിൽ പോയി കണ്ടത്. അപ്പോൾ അത് കൽക്കട്ടയിൽ, അപ്പോൾ വാസ്തവത്തിൽ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി കാണാൻ പോയത് അങ്ങനെയാണെങ്കിൽ 2 പേരാണ്. മാർക്ക് റൂബിയോയും കാണാൻ പോയിരുന്നു. അല്ല, ഇയാൾ പോയതാണ് എല്ലാം ശ്രദ്ധിച്ച്. മാർക്ക് റൂബിയോ മറ്റേ വിദേശകാര്യം മാത്രമല്ല, അപ്പോൾ ഡൽഹി വരുന്നതിന് കൽക്കട്ടയിൽ പോയി. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ അയാൾ പീറ്ററിന്റെ സന്ദർശനമാണ് കൂടുതൽ. അയാൾ ബിക്കോസ് ഡീപ് സ്റ്റേറ്റിൽ ഒരു മെയിൻ കക്ഷിയാണ്. പിന്നെ ഒരു കീ പേഴ്സൺ ആണ്. ഹെഡ്സ് ഓഫ് ദ പെൻറ്റഗൺ, US ഇവർ, പിന്നെ മിലിറ്ററി പോളിസി, NSA ഡയറക്ടർ ജനറൽ ജോഷുവ റൂട്ട്, അയാൾ FB ഡയറക്ടർ കാഷ് പട്ടേൽ. അങ്ങനെ ഒരു സാധു മനുഷ്യൻ. ഇവിടെ ഇന്ത്യക്കാരെന്നും പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ല അനിൽ മേനോൻ്റെ കാര്യം, അതേപോലെ അയ്യോ ഇതാ കാഷ് പട്ടേൽ വരെയാണ് ഇന്ത്യ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അട്ടാസം പാടായിരുന്നു. അയാൾ ഒന്നും ചെയ്യില്ല ഇന്ത്യക്ക് വേണ്ടി. എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇയാൾ വരുമ്പോഴേ പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, കമലാ ഹാരിസും ഒന്നും ചെയ്തില്ല, ഇയാളും ചെയ്യില്ല. ഇന്ത്യക്കാർ വരണത് നമുക്ക് ശാപമാണ്. അവർ ചെയ്യാൻ പറ്റില്ല. അവർ കോൺസ്റ്റിറ്റ്യൂഷനെ കൈവച്ചല്ലേ അവർ പറഞ്ഞത്, US കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എങ്ങനെ കാഷ് പട്ടേലിനെ മാത്രമല്ല, ഇപ്പോൾ കാഷ് പട്ടേലിനെ തറ ലെവലിൽ വരട്ടിയിരിക്കുകയാണ്. കാഷ് പട്ടേൽ ഇത്തിരി കഴിക്കും. അപ്പോൾ ഇങ്ങേരെ വിളിച്ചാൽ ഒരിക്കലും കിട്ടൂല. ഇങ്ങേര് ഇത് വെള്ളം അടിച്ചുകൊണ്ടാണ് ഏത് സമയത്തൊക്കെ ഇരിക്കണമെന്ന് ആരെയെ കൊണ്ട് ട്രംപ് പറയിപ്പിച്ച്, ഏതെങ്കിലും ഒരു മീഡിയ കൊണ്ട് പറയിപ്പിച്ച്. എന്നിട്ട് അപ്പോൾ കാഷ് പട്ടേലിന് ബാക്കി മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളമടിച്ച് എവിടെയെല്ലാം കിടന്നു, എന്തെല്ലാം ചെയ്തു എന്നുള്ള മൊത്തം വീഡിയോ ട്രംപിൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അയാൾ പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ശേഷം, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ശേഷം 3-4 ദിവസം ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തു. അങ്ങേരെ അന്തമിട്ടാണ് നിൽക്കുന്നത് വീഡിയോയിൽ. ട്രംപിൻ്റെ കൂടെ അന്തമിട്ട എങ്ങനെ നിൽക്കും എന്നുള്ളത്, എങ്ങനെ അന്തമിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്, എന്നെ തട്ടുമോ. അപ്പോൾ അതാണ് കാഷ് പട്ടേൽ നേതൃത്വം കൊടുക്കുന്ന FBI-യുടെ. പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ, അത് ഫോറിൻ അതിന് വലിയൊരു ഇതില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ പീറ്റർ ഹെക്സത്തും FBI-യും CIA-യും ഒന്നുമില്ല, ട്രഷറിയും. പിന്നെ അപ്പോൾ ഞാൻ ട്രഷറിയുടെ ഞാൻ പറഞ്ഞല്ലോ, ദേ മാനേജ് US ഫൈനാൻസ്, സാങ്ഷൻസ് ആൻഡ് എക്കണോമിക് പോളിസി. ട്രഷറി സാമ്പത്തികമായിട്ട് ഞെരിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്
ഈ Deep state. ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റ് നേരത്തെ പല രാജ്യങ്ങളിലും പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഫേമസ് ആയിട്ട് 2-3 പറയാം. CIA coup in Iran 1953. അവിടെ മര്യാദയ്ക്ക് ഒരു ഡെമോക്രാറ്റിക് മുഹമ്മദ് എന്ന മറ്റേ പറഞ്ഞ് അവരെ അടിച്ച അയാളെ ഓടിച്ചിട്ടാണ് ഈ തലക്കെട്ടുകാരനെ കൊണ്ടുവന്നത് ഫ്രാൻസിൽ നിന്ന്. മതരാഷ്ട്രമാക്കി മാറ്റി. മതരാഷ്ട്രം. അത് ഈ ഡീപ് സ്റ്റേറ്റാണ്. ഈ ഇസ്രായേലിനെ പാര വെച്ചുകൊണ്ടിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗം. പക്ഷേ ഇറാൻ അല്ല ഇസ്രായേൽ. അവിടെയാണ് തെറ്റിപ്പോയത്. ഇന്ത്യയും ഇസ്രായേലും ഇറാൻ അല്ല. അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോണ ചിലിയിൽ അലണ്ട് 1973 അപ്പം മര്യാദയ്ക്ക് ഡെമോക്രസി കൂടെ വന്നാണ് അത് അട്ടിമറിച്ചു. അത് ഡീപ് സ്റ്റേറ്റ് ആണ്. എനിക്ക് പറഞ്ഞ ലോകത്ത് എവിടെയെല്ലാം അശാന്തി ഉണ്ടാക്കാം ഈവൻ ഇപ്പം ഒരിടത്തും കാണില്ല. പക്ഷേ ഗോർബച്ചോനെ വളർത്തിക്കൊണ്ട് വന്നതും ഒരു ദിവസം രാവിലെ എല്ലാം പൊയ്ക്കോ 15 രാജ്യങ്ങളെല്ലാം പോയി കഞ്ഞി കുടിച്ച് കിടന്നോ എന്ന് ഗോർബച്ചോനെ കൊണ്ട് പറയിപ്പിച്ചതും എല്ലാം ഇതേ ഡീപ് സ്റ്റേറ്റ് ആണ്. ഡീപ് സ്റ്റേറ്റ് അത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അത് മറ്റേ ഗോർബച്ചോ അയാൾക്ക് കിളി പോയി കിളി പോയപ്പോൾ അങ്ങനെ ചെയ്ത. അപ്പം അത് ശരിയല്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ പരിപാടിയാണ്.